നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം, കർക്കിടക വാവ് കഴിയുന്നത് വരെ അല്പം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ. ഏത് കാര്യം ചെയ്താലും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. കാരണം കഷ്ടകാലം കറങ്ങിയടിക്കുക. വാവ് വരെയുള്ള സമയം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷ സമയമാണ്. നിങ്ങളോ മക്കളോ ഈ നാളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തു പോകുന്ന സമയത്തൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പേഴ്സിലോ പോക്കറ്റിലോ വെച്ചിട്ട് പോകാൻ പറയണം കേട്ടോ. കാരണം ദോഷമേൽക്കാതെ ഒരു കവചമായി നിന്ന്, ഒരു രക്ഷയായി നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കഷ്ടകാലം കറങ്ങിയടിക്കുന്ന, കർക്കിടകം കടുക്കുന്ന സമയമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഏകദേശം 7-8 നാളുകാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളോ മക്കളോ ഈ നക്ഷത്രത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കണ്ട് കളയരുത്. ചെറിയൊരു കാര്യമാണ്, അത് ചെയ്തങ്ങ് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീക്കിത്തരും. ഈശ്വരനായിട്ട് അപകടങ്ങൾ മാറി നിൽക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് പറയിച്ചാണെന്ന് വേണം കരുതാനായിട്ട്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, ദോഷങ്ങൾ നീങ്ങി നിൽക്കട്ടെ. അപ്പം ഞാൻ ഓരോ നാളുകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ നാളുകൾ കേട്ട് നോക്കൂ. എന്തൊക്കെ ദോഷങ്ങൾ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് പരിഹാരം എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ദീർഘിപ്പിക്കുന്നില്ല, ഓരോ നാളുകളായിട്ട് പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ അവിട്ടംകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടാനെന്ന് പറയുന്നത്. പല കാര്യങ്ങളും നല്ലത് എന്ന് കരുതി ചെയ്യുന്നത് ഇവർക്ക് വലിയ വിനയായിട്ട് വന്നു ചേരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജോലി സ്ഥലത്ത് ചില പരാജയങ്ങൾ, ജോലി സ്ഥലത്ത് ചില കലഹങ്ങൾ, മനപ്രയാസങ്ങൾ, ചില വിശ്വാസ വഞ്ചനകൾ, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില വയ്യായ്മകൾ, ചിലപ്പം ചില അപകടങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന വയ്യായ്മകൾ, വീഴ്ചകൾ, അതുപോലെ പൊള്ളൽ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയണം. സാഹസികമായിട്ടുള്ള തൊഴിലുകൾ. എന്താണ് സാഹസികമായിട്ടുള്ള തൊഴിലുകൾ? ഉയരം കയറിയുള്ള ജോലി, ജലവും അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ജോലി, ഡ്രൈവിംഗ് പോലെയുള്ള തൊഴിൽ, അത്യാവശ്യം സാഹസിക കായികമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്ന ജോലികൾ, ഇതൊക്കെ ചെയ്യുന്നവർ അവിട്ടംകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഷ്ടകാലം ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുക. പല രീതിയിൽ പല ഭാവത്തിൽ ആ കഷ്ടകാലത്തിൻ്റെ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വീട്ടിൽ അവിട്ടംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാവ് കഴിയുന്നത് വരെ കഴിയുന്നതും സാഹസികമായിട്ടുള്ള കൈവിട്ട കളിക്ക് നിൽക്കരുത്. അത് ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. പല രീതിയിലുള്ള മനപ്രയാസങ്ങൾ ഇവരെ തേടി എത്തുന്ന ഒരു സമയവും കൂടാണ് എന്നുള്ളതാണ്. വീഡിയോയുടെ അവസാനം ഞാൻ 3 പരിഹാര മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ 3 എണ്ണത്തിൽ പറ്റുന്ന ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്യണം. ചെയ്ത് അതൊരു രക്ഷയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ദോഷങ്ങളെല്ലാം മാറി നിൽക്കും. 3 കാര്യം പറഞ്ഞുതരാം. അത് ചെയ്ത് മുന്നോട്ട് പോവുക. ഇന്നോ നാളെയോ അല്ലെ 2-3 ദിവസത്തിനകത്ത് അത് ചെയ്യുക. വാവ് വരെയുള്ള സമയം അനർത്ഥ സമയമായതുകൊണ്ടാണ് ഇത്രയും എടുത്തെടുത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം അവിട്ടമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരംകാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം, ഒന്ന് ദേഷ്യമൊക്കെ ഒന്ന് അടക്കി വെക്കാൻ പറയണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഈ ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ ഇവർ കൺട്രോൾ ചെയ്താൽ പോലും പറ്റാത്ത രീതിയിൽ ദേഷ്യം പുറത്തു വരാനും വലിയ രീതിയിലുള്ള കലഹങ്ങൾ, അതുമൂലമുണ്ടാകുന്ന മനപ്രയാസങ്ങൾ, ചില വലിയ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും വല്ലാതെ മകയിരത്തിന് കൂടുമെന്നാണ് കാണുന്നത്. ശത്രുക്കൾ ഒളിഞ്ഞും പാത്തും ഇരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും വിതയ്ക്കാനായിട്ട്. അത്തരം അനർത്ഥങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു സമയം കൂടാണ് മകയിരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. പല രീതിയിലുള്ള നഷ്ടങ്ങൾ, അപകടങ്ങൾ, വഴിമുടക്കുകൾ, പല കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചിട്ട് പലരുടെയും പ്രവൃത്തി മൂലം അത് തടസ്സപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോവുക. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിയത് ചിലത് കയ്യിൽ കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ കൈവഴുതി പോവുക. ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മകയിരം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഞാൻ വീഡിയോയുടെ അവസാനം 3 പരിഹാരം പറഞ്ഞുതരാം. അതിൽ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് ആ ഒരു രക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു അപകടവും ഇല്ലാതെ എല്ലാം മംഗളമായി തീരുകയും ചെയ്യുന്നതാണ്. ഇപ്പം രണ്ടാമത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്കാർ വീട്ടിലുണ്ടോ?
ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. മറ്റൊരു നാളുകാരെയും പോലല്ല രോഹിണിക്ക് അതീവ ദോഷങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അശുഭമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ സാധിക്കുന്നത്. വാവ് കഴിയുന്നത് വരെ ഈ അശുഭ കാര്യങ്ങൾ ചിലപ്പം കിടന്ന് കറങ്ങിയടിക്കും. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ രോഹിണിക്കുണ്ട് എന്നുണ്ടെങ്കിലും ചില അശുഭ കാര്യങ്ങൾ ഇവരുടെ എല്ലാ സന്തോഷത്തെയും കെടുത്തിക്കളയുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ശുഭകാര്യങ്ങൾക്കൊന്നും രോഹിണിക്കാർ ചെന്ന് തുടരുത്. ഈ കർക്കിടക മാസം ഉചിതമല്ല. ശുഭകാര്യങ്ങളെന്ന് കരുതി ഏത് തുടക്കം കുറിച്ചാലും അതെല്ലാം ഇരട്ടിക്ക് നഷ്ടമായിട്ട് വരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും വയ്യായ്മകൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതും നന്നായിരിക്കും. പല കാര്യങ്ങളും ഇറങ്ങിത്തിരിക്കുന്നത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. 3 കാര്യം വീഡിയോയുടെ അവസാനം രോഹിണിക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യണം. അതിലേതെങ്കിലും ഒരെണ്ണം, 3 ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, 3-ൽ പറ്റുന്ന ഒരെണ്ണം ചെയ്ത് മുന്നോട്ട് പോകൂ. ദോഷങ്ങളില്ലാതിരിക്കട്ടെ, ഒരു തരത്തിലുള്ള അനർത്ഥങ്ങളും ഏൽക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കലഹങ്ങൾ ഒത്തിരി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. കുടുംബജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു രീതിയിൽ സ്വസ്ഥത ഉണ്ടാവില്ല. എല്ലാം ഉണ്ട് ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ കിടന്ന് വട്ടം കറങ്ങുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും വലിയ രീതിയിലുള്ള മനപ്രയാസം, സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സങ്കടം, ദുരിതം ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കലഹങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. തൊഴിൽ രംഗത്ത് ചില പിണക്കങ്ങൾ, കലഹങ്ങൾ, ചിലരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആരോഗ്യ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. എന്തെങ്കിലും ചെറിയ വയ്യായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. വേഗം പോയി അത് കാണിക്കണം. കാണിച്ച് അതിനുള്ള മരുന്നോ പരിഹാരങ്ങളോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഒരിക്കലും വെച്ചിരുന്ന് വഷളാക്കി സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരവസ്ഥ ഉത്രാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. എടുത്തു പറയുകയാണ്. എന്തെങ്കിലും വയ്യായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വഷളാവാൻ സാധ്യതയുണ്ട്. അതൊന്നും വെച്ചോണ്ടിരിക്കരുത്. അത് പോയി കാണിച്ച് അതിനുള്ള ഡോക്ടറേയും കാര്യങ്ങളും ഒക്കെ കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഉത്രാടമാണ് 4ാമത്തെ നക്ഷത്രം. 5ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാർ വീട്ടിലുണ്ടോ? തൃക്കേട്ടക്കാർ സാമ്പത്തികമായിട്ട് വലിയ ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. ധനനഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ധനപരമായിട്ടുള്ള ക്ലേശം, കടങ്ങൾ, ബാധ്യതകൾ, ഇതൊക്കെ വരാനായിട്ട് തൃക്കേട്ടയ്ക്ക് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ചില ക്രൂരമായ പറ്റിക്കലുകളൊക്കെ ഈ തൃക്കേട്ടയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ഏത് കാര്യവും രേഖാമൂലമല്ലാതെ ചെയ്യരുത്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവനെ ഞാൻ വിശ്വസിച്ചു പോയി, അവളെ ഞാൻ വിശ്വസിച്ചു പോയി എന്ന് പറഞ്ഞ് ധനമിടപാടായിക്കൊള്ളട്ടെ, വിലപിടിപ്പുള്ള വസ്തുവകളുടെ ഇടപാടായിക്കൊള്ളട്ടെ, വിലപിടിപ്പുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു കാര്യങ്ങളും ഈ സമയത്ത് വെറും വാക്കിൻ്റെ പുറത്ത് ചെയ്യരുത്. അതിനെന്താണോ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ അത് വെച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ പലരെയും വിശ്വസിച്ച് കണ്ണും പൂട്ടിയെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അത് വലിയ ധനക്ലേശങ്ങളായിട്ട് തൃക്കേട്ടക്കാരെ ബാധിക്കും എന്നുള്ളതാണ്. പല രീതിയിൽ അത്തരത്തിൽ അനർത്ഥങ്ങൾ നിങ്ങളുടെ സ്വസ്ഥത തകർക്കുന്ന ഒരു സമയം കൂടാണ്. മൊത്തത്തിൽ മനസ്സിനൊരു സമാധാനം കാണത്തില്ല. ചെന്ന് കിടന്നാൽ ഉറക്കം കിട്ടത്തില്ല. പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ചിന്തകൾ, ചില വ്യക്തികളെ കൊണ്ടുണ്ടാവുന്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അനർത്ഥങ്ങൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ തൃക്കേട്ടക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം ഒരു 3 പരിഹാരം പറഞ്ഞുതരാം. അതിൽ ഒരെണ്ണം അവർക്ക് വേണ്ടി ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഒരു പരിധിവരെ മാറിയിരിക്കും. സമാധാനം വിളങ്ങുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, വലിയ രീതിയിലുള്ള സാഹസ്യമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ഇത് ഉചിതമായിട്ടുള്ള സമയമല്ല. സാഹസ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കായികമായിട്ടുള്ള പ്രവൃത്തി മാത്രമല്ല, ഏതെങ്കിലും വളരെ റിസ്ക് പിടിച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതുള്ള ചില തീരുമാനങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, ഇതൊന്നും ചെയ്യരുതെന്ന് പറയണം. ജീവിതകാലം അതിൻ്റെ സങ്കടം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ജീവിതകാലം അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം ഇവർക്ക് കാണുന്ന ഒരു സമയമാണ്. തിരുവാതിര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പും 3 പ്രാവശ്യം വീട്ടിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുമായിട്ട് ആലോചിച്ച്, അതറിയുന്നവരുമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറയണം. കാരണം വലിയ രീതിയിൽ ചില അബദ്ധങ്ങൾ, ചിലപ്പം ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീഴ്ച, അസുഖങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മൊത്തത്തിൽ ദോഷം കറങ്ങിയടിക്കുന്ന ഒരു സമയമാണ് തിരുവാതിരയ്ക്ക്. തിരുവാതിരക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ 3 കാര്യം നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പരിഹാരം ചെയ്തിടണം. അത് അതിൻ്റെ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുകയും
ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. വീട്ടിലൊരു ചിത്തിരക്കാരനോ ചിത്തിരക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയണം, തൊഴിലിടത്തിൽ ഒരുപാട് രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. എന്താണ് പ്രകോപനങ്ങൾ എന്ന് പറയുന്നത്? തൊഴിലിടത്തിൽ പല രീതിയിലുള്ള സംഘർഷങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, പല വ്യക്തികളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രകോപനങ്ങൾ മൂലം ഉണ്ടാകുന്ന വിനകൾ, നമ്മളുടെ തന്നെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില മനപ്രയാസങ്ങൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആയുരാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും വയ്യായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ തേടേണ്ടതാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് എന്നുള്ളത് കൂടി പറയട്ടെ. അതുപോലെ ജലം, അഗ്നിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹസ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടാണ്. അതുപോലെ തന്നെ ധനപരമായിട്ട് കുറച്ച് ശ്രദ്ധിച്ച് ചിലവുകൾ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ധനപരമായിട്ട് മൊത്തത്തിൽ ക്ലേശം അനുഭവിക്കുന്നത്, ചിലപ്പം പൈസ ഉണ്ടാവും, ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റാതെ ചില കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എല്ലാവരും ചെയ്യണം, ചെയ്ത് മുന്നോട്ട് പോകണം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവോണംകാരനോ തിരുവോണംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം, അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം മറ്റൊന്നുമല്ല, വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും തിരുവോണംകാർ നിലവിലിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണ് നിലവിൽ കടന്നു പോവുക, മാനസിക സംഘർഷം എന്ന് ഉദ്ദേശിച്ചത്? അവർ വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം, പല പ്രശ്നങ്ങൾ കാരണം ഉള്ളു നീറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ തിരുവോണം നാളുകാരുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. ഉള്ളു കടന്ന് പുകഞ്ഞ് നീറിക്കൊണ്ടിരിക്കുക. ചെന്ന് കിടന്നാൽ ഉറക്കമില്ല, ഇരുന്നാൽ സമാധാനമില്ല, നടന്നാൽ സമാധാനമില്ല. സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു തീച്ചൂളയിലെന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവോണം നക്ഷത്രക്കാർ. ശരിയാണോ ഞാൻ ഈ പറയാം? തിരുവോണംകാർ ഇവിടെ ഉണ്ടാവുമല്ലോ. ആ തിരുവോണംകാരോട് ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആയുരാരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ആശുപത്രിവാസം പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷം കൂടിയിട്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അനർത്ഥം കറങ്ങിയടിക്കുന്ന സമയമാണ്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം തിരുവോണംകാരെ. ഒരു പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം, അതങ്ങ് എല്ലാവരും ചെയ്യുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. വീട്ടിൽ പൂരുരുട്ടാതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലാത്ത ടെൻഷൻ കൂടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതൊന്നും ഫലവത്താകാത്ത ഒരവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. വീഴ്ചകൾ, അപകടങ്ങൾ, അസുഖങ്ങൾ, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ശത്രുക്കളെ കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ, പോരാത്തതിന് കണ്ണീർ, പ്രാക്ക്, എരിച്ചിൽ മൂലം ഉണ്ടാവുന്ന ദോഷങ്ങൾ, ഇതെല്ലാം ഇവരെ കിടന്ന് കറങ്ങിയടിച്ച് വലയ്ക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വീഡിയോയുടെ അവസാനം പരിഹാരം പറഞ്ഞു തരാം. അത് ചെയ്ത് തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇനി ഈ നക്ഷത്രക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞ ഏകദേശം 7-9 നക്ഷത്രക്കാരെ പറഞ്ഞല്ലോ. അവിട്ടം, ഉത്രാടം, തിരുവോണം, മകയിരം, തിരുവാതിര, ചിത്തിര, തൃക്കേട്ട, പുരുരുട്ടാതി, രോഹിണി, 9 നാളുകാരെ പറഞ്ഞു. ഈ 9 നാളുകളിൽ ജനിച്ചവർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം അവരോട് പറയണം. ഒന്നാമത്തെ കാര്യം, ശിവക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഭസ്മം, ശിവന്റെ അമ്പലം വീട്ടിനടുത്ത് എവിടെങ്കിലും ഉണ്ടാവുമല്ലോ, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച്, അവരോ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളായിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മതി. ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് കുറച്ച് ഭസ്മം ഒരു ചെറിയ പൊതിയാക്കി കൊണ്ടുവന്ന് അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ മണി പേഴ്സിലോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൗകര്യമായിട്ട് അതിനകത്ത് തട്ടി അനങ്ങി താഴെയൊന്നും വീണു പോകാത്ത രീതിയിൽ പേഴ്സിൽ വെച്ചേക്കുക. അതുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തും പോവുകയും വരികയും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തും ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഇനി അത് പറ്റാത്തവർ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൂവളം നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല പറിച്ച് അതും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ ഒന്ന് വെച്ചിട്ട് ഒരു രക്ഷയെന്നോണം വെച്ചിട്ട് അതുമായിട്ട് സഞ്ചരിക്കുക. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് വീട്ടിനടുത്ത് ശിവന്റെ അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയൊരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇവരുടെ പേരിൽ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും രാവിലെ ആ പ്രസാദം അണിഞ്ഞുകൊണ്ട് ജോലിക്കോ അല്ലെങ്കിൽ ജീവിതത്തിലെ കാര്യങ്ങളിലോ ഇടപെടുക. ഈ 3 കാര്യവും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ 3 കാര്യത്തിൽ ഒരെണ്ണമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒന്നെങ്കിലും ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ദോഷങ്ങൾ, അനർത്ഥങ്ങൾ മാറി നിൽക്കാനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്.
അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത്. നിസ്സാരമായിട്ട് കണ്ടു കളയരുത്. ഞാൻ ഈ പറഞ്ഞ ഏകദേശം 8-9 നക്ഷത്രക്കാരുണ്ട്. ഇവരാരെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രക്ഷ ചെയ്ത് മുന്നോട്ട് പോകൂ. അതിൻ്റെതായ ദോഷങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ തിരിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.